ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ മലയാളികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫ്രൈ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് ഗസ് ചെയ്യാവോ? അതേ, ബീഫ് ഫ്രൈ ആണ്. എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ്. നമ്മൾ ഫ്രൈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. എണ്ണ ചൂടായതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ചെറുതായിട്ട് എരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുവാണ്. കൂടെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് കൂടെ ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇടിച്ചിടുന്നതിലും ടേസ്റ്റ് ഇതുപോലെ അരിഞ്ഞിടുമ്പോഴാണ്. ബീഫ് ഫ്രൈയുടെ കൂടെ നല്ല മുരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. കൂടെ 4 പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങ കൂടെ ചേർക്കുവാണ്. ബീഫ് എത്ര എടുത്തിട്ടുണ്ടോ അതിനാവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. തേങ്ങ കൊത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. തേങ്ങയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണ്. എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം അരിഞ്ഞു വെച്ച സവാള കൂടി അതിലേക്ക് ചേർക്കുവാണ്. ഞാനിവിടെ 2 സവാളയാണ് ചേർക്കുന്നത്. ഇനിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ബീഫ് ചേർത്ത് ഒന്നുകൂടെ ഫ്രൈ ചെയ്യാനുള്ളത് കൊണ്ട് സവാള ഒന്ന് വാടി കിട്ടിയാൽ മതി. ഉപ്പ് ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. കൂടെ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയതിന് ശേഷം 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മീറ്റ് മസാല കൂടെ ചേർക്കുന്നുണ്ട്. 1/4 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ഞാൻ ഓൾറെഡി മസാല എല്ലാം ചേർത്ത് വേവിച്ച് വെച്ചിരുന്നതാണ്. ബീഫ് ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂടെ ആവശ്യത്തിന് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുവാണ്. എണ്ണ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ബീഫിൻ്റെ ഇപ്പോഴത്തെ നിറമൊക്കെ മാറി കുറച്ച് ഡാർക്ക് കളറിൽ ഫ്രൈ ആയിട്ട് കിട്ടണം. ബീഫ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയാൽ അത് കുറേ ദിവസം കേടാവാതെ ഇരിക്കും. അവസാനം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുവാണ്. മുളക് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. നല്ല സ്പൈസി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.